എന്താ ഈ കാണുന്നതാണ് നമ്മളുടെ BR ഹിൽസ്, BRT ടൈഗർ റിസർവിൻ്റെ എൻട്രൻസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് BR ഹിൽസിലേക്കാണ്, ബില്ലിഗിരി രംഗ ഹിൽസ്. ഇപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നൊരു 180 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ്, 180 to 190 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 4.5 hours നമുക്കിവിടെ എത്താവുന്നതാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന് ഇവിടുത്തെ BR ഹിൽസ് ടെമ്പിൾ, ബില്ലിഗിരി രംഗസ്വാമി ടെമ്പിൾ കാണാനും, പിന്നെ നമ്മുടെ ഇത് ടൈഗർ റിസർവും കൂടിയാണ്, BRT ടൈഗർ റിസർവ്. അപ്പോൾ ഇവിടെ സഫാരിയും ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആൾക്കാർ സാധാരണ ഇങ്ങോട്ടേക്ക് വരാറുള്ളത്. ഇപ്പോൾ ബാംഗ്ലൂരുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് 1 day ട്രിപ്പായിട്ടോ അല്ലെങ്കിൽ വീക്കെൻഡ് ഗെറ്റ് വേ ആയിട്ടോ പ്ലാൻ ചെയ്യാവുന്നതാണ്. വീക്കെൻഡ് ഗെറ്റ് വേ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. മെയിനായിട്ട് ബൈക്ക് റൈഡ്സ്, ഈ കാട്ടിൽ കൂടെയുള്ള റൈഡ് തന്നെ ഒരു മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഇവിടെ തിക്ക് ഫോറസ്റ്റാണ്. നമ്മുടെ ബന്ദിപ്പൂർ വഴിയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന അതേ ഫീൽ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. രണ്ട് സൈഡിലും ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാടൊക്കെ തെളിച്ചിട്ടുണ്ട്. അപ്പോൾ വൈൽഡ് ലൈഫ് അഥവാ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, വൈൽഡ് ആനിമൽസ് പോലെ നിൽക്കുന്നുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കോഷൻ എടുക്കാം. പിന്നെ ഇവിടെ ചെക്ക് പോസ്റ്റ് 6 PM വരെ ഓപ്പൺ ഉള്ളൂ. 6 PM കഴിഞ്ഞ് ഇവർ കടത്തി വിടില്ല. അതുകൊണ്ടാണ് ഞാൻ വീക്കെൻഡ് ഗെറ്റ് വേ ആയിട്ട് പ്ലാൻ ചെയ്യാൻ കുറച്ച് ബെറ്റർ എന്ന് പറഞ്ഞത്. പിന്നെ ഇതിലേക്കൂടെ ഡ്രൈവ് പോകുമ്പോൾ നല്ല രസം കേട്ടോ. രണ്ട് സൈഡിലും അത്യാവശ്യം തിക്കായിട്ടുള്ള കാടും നടുക്ക് കൂടെ ഇങ്ങനെ പോകുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. വീക്കെൻഡ്സ് ആയിട്ട് പോലും അധികം ഒരു വണ്ടികളൊന്നും തുടക്കത്തിൽ ഞങ്ങൾ ആ ചെക്ക് പോസ്റ്റ് കടന്ന് കുറേ ദൂരം ഒറ്റ വണ്ടിയും കണ്ടില്ലായിരുന്നു. ചെറുതായിട്ടൊരു ടെൻഷൻ അടിച്ചായിരുന്നു. ടെൻഷൻ മീൻസ് ഇപ്പോൾ വണ്ടികളൊക്കെ പോകുന്ന വഴിയാണെങ്കിൽ വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് കുറച്ച് കുറയും. പക്ഷേ സൈലൻ്റ് ആയിട്ടാണ് റോഡ് കിടക്കുന്നതെങ്കിൽ വൈൽഡ് ആനിമൽസ് മിക്കവാറും റോഡിലേക്കൊക്കെ കയറാൻ ചാൻസ് കൂടുതലാണ്. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ത്രില്ലിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഫോറസ്റ്റിൽ കൂടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത്. ആ ഫോറസ്റ്റിൽ കൂടെ ബൈക്കിലും കാറിലും രണ്ടിലും പോയിട്ടുണ്ട്. പക്ഷേ ബൈക്കിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് നമുക്ക് കാറിൽ കിട്ടില്ല. പണ്ടാരോ പറഞ്ഞ പോലെ കാറിൽ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ മൂവി കാണുന്നത് പോലെയും, ബൈക്കിൽ പോകുന്നത് മൂവിയിലൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് പോലെയുള്ള ഫീലാണ്. പിന്നെ ഈ വഴി നിങ്ങൾ പോകുമ്പോൾ അത്യാവശ്യം ചെറിയ വൈൽഡ് ലൈഫ് സൈറ്റിങ്സൊക്കെ റോഡിൻ്റെ സൈഡിൽ തന്നെ കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ പോയപ്പോൾ സ്പോട്ടഡ് ഡിയേഴ്സിന് ഇഷ്ടംപോലെ കിട്ടിയായിരുന്നു, അത് കോമൺ ആണ്. പിന്നെ ഗ്രേ ലങ്കൂറിനെ കണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല, കാരണം അവർ കുറച്ച് കാടിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ നിർത്തി വീഡിയോ, എന്തായാലും സഫാരി പോകുന്നതുകൊണ്ട് ഇവിടെ നിന്ന് നിർത്തി വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ ലൊക്കേഷൻ ഇട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പകുതി വരെ ലൊക്കേഷൻ കാണിച്ചിട്ട് ബാക്കി കാടിൻ്റെ ഉള്ളിലേക്കുള്ള വഴി ഗൂഗിൾ മാപ്പ് കാണിക്കും. പക്ഷേ അതൊന്നും ഫോളോ ചെയ്യണ്ട, നേരെ ഈ ഒറ്റ റൂട്ട് തന്നെ വന്നാൽ മതി. നേരെ ചെന്നെത്തുന്നത് നമ്മുടെ ഇൻഫർമേഷൻ സെൻറ്ററിലാണ്, കേകുടി ഇൻഫർമേഷൻ സെൻറ്റർ. ഈ കാണുന്ന ഏരിയ ആണ് നമ്മുടെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, രണ്ട് സൈഡിലും ചെറിയ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട്, അതായത് ഡീപ്പ് ഫോറസ്റ്റിൽ നിന്ന് മാറിയിട്ട് ചെറിയൊരു ഓപ്പൺ സ്പേസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഇൻഫർമേഷൻ സെൻറ്റർ എന്ന്. പിന്നെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ തന്നെ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിൽ ചായക്കടയൊക്കെ ഉണ്ട്, ചെറിയ സ്നാക്സൊക്കെ കിട്ടും, വലുതായിട്ടൊന്നും കിട്ടില്ല. പിന്നെ ഇവിടെ സഫാരി ടൈമിങ്സ് എന്ന് പറയുന്നത് രാവിലെയും വൈകിട്ടുമാണ്. രാവിലെ 6:30 to 7:30, വൈകിട്ട് 3:30 to 4:30 PM ആണ്. ഇന്ന് 2 ജീപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ ജീപ്പിലും 10 പേര് വീതം കയറാൻ പറ്റും. അപ്പോൾ 20 പേർക്കൊക്കെ ഇപ്പോൾ മോർണിംഗ് സെഷനായാലും ഈവനിങ് സെഷനായാലും 20 പേർക്കേ മാക്സിമം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 3 PM സഫാരിക്കാണ് വന്നതെങ്കിൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരു 2 PM ഇവിടെ എത്തിയിട്ട്, വീക്കെൻഡ്സൊക്കെ ആണ് കേട്ടോ, ബാക്കി ദിവസങ്ങളിൽ ചിലപ്പോൾ ആൾക്കാർ കുറവായിരിക്കും. പക്ഷേ വീക്കെൻഡ്സൊക്കെ വരുമ്പോൾ ഒരു 2 PM തന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ആ ഒരു ഓർഡറുണ്ട്, ഓർഡർ അനുസരിച്ചാണ് അവർ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, അതായത് സീറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫില്ലായി കഴിയുമ്പോൾ പിന്നെ അവർ ബാക്കി ആൾക്കാർക്ക് സഫാരി ചെയ്യാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് തന്നെ നേരത്തെ വരുന്നത് നല്ലത്. ഞങ്ങൾ ഈ പ്രാവശ്യം വന്നപ്പോഴും സഫാരിക്ക് സ്പോട്ട് കിട്ടാണ്ട് മടങ്ങിപ്പോകേണ്ടി വന്നായിരുന്നു കുറച്ച് പേർക്ക്.
പിന്നെ നിങ്ങൾ ഇവിടെ നേരത്തെ വന്നാലും നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വലിയ പാടൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഇൻഫർമേഷൻ സെൻറ്ററിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഒരു ലേക്കിൻ്റെ സൈഡിലൊരു മരം ഇങ്ങനെ ചരിഞ്ഞിട്ട് അതിൻ്റെ ഒരു വ്യൂ ഒക്കെ നല്ല രസമാണ്. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടെ ഏത് സൈഡിലേക്ക് തിരിഞ്ഞാലും അടിപൊളി ഫ്രെയിമാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോസ് വെറുതെ ചവറ് പോലെ എടുത്ത് കൂട്ടാൻ പറ്റും. നല്ല സൂപ്പർ ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ഇവിടെ ലേക്കിന് ചുറ്റുമൊക്കെ നടക്കാം. പിന്നെ ഇവിടെ ഈ ചരിഞ്ഞടങ്ങണ മരത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ അവിടെ ചെറുപ്പകാലമൊക്കെ ഒന്നും കൂടിയൊക്കെ റിലീവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ട് ഇവിടെ സമയം കളയാനായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് സമയം പോകണ അറിയില്ല. കാരണം അത്രക്കും പീസ്ഫുള്ളായിട്ടുള്ളൊരു വൈബാണ്, ആംബിയൻസാണ് ഇവിടെ. അങ്ങനെ കാത്തിരിക്കണതുകൊണ്ട് മടുക്കൊന്നുമില്ല നമുക്കിവിടെ. പിന്നെ ഇവിടെ ഈ ലേക്കിനോടും ഇൻഫർമേഷൻ സെൻറ്ററിനോടും ചേർന്ന് തന്നെ ഇവിടെ കുറേ വൈൽഡ് ബോർഡ്സിനെ കാണാൻ പറ്റും. കാട്ടുപന്നി. ഇവർ ഇനി കാട്ടുപന്നി എന്ന് വിളിക്കാൻ പറ്റുമോ അതോ ഇത് ഡൊമസ്റ്റിക്കേറ്റഡ് ആയോന്നറിയില്ല. കാരണം ഇവരിവിടെ ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖജീവിതം വാഴയാണ്. ഈ ഫ്രീ ഫുഡ് പ്രെഡേറ്റേഴ്സിൻ്റെ ഒന്നും ഇഷ്യൂ ഇല്ല. ഇവിടെ ആൾക്കാർ കൂടുതലുള്ളതുകൊണ്ട് പ്രെഡേറ്റേഴ്സിൻ്റെ ഒന്നും ഇഷ്യൂ വരാറില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ സഫാരി വെഹിക്കിൾ വന്നു. സഫാരി വെഹിക്കിളിലേക്ക് കയറി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ജീപ്പ് സഫാരി ആയിട്ടുള്ളത് നല്ലൊരു വൈൽഡ് ലൈഫ് സൈറ്റിങ്സിനൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. തുടക്കത്തിൽ നമ്മൾ കുറച്ച് ദൂരം നമ്മൾ പോയ വഴി തന്നെ റോട്ടിൽ കൂടെ കയറിയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ് ഇവർ സഫാരി സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് ആയ സ്പോട്ടഡ് ഡിയറിനെ കണ്ടു. ഇവരെ പിന്നെ നമ്മൾ റോഡിൽ വന്ന വഴി ഫുള്ളും സൈഡിൽ കണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പച്ച മൂടിക്കിടക്കുന്ന സ്ഥലത്ത് ഇവരെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് മെയിൽ സ്പോട്ടഡ് ഡിയറാണ്. കൊമ്പൊക്കെ കണ്ടു. ഇത് നമ്മളെ തന്നെ നോക്കിയിരിക്കായിരുന്നു. അവൻ പെട്ടെന്ന് അലേർട്ടായിട്ട് തല തിരിക്കണേ ഇല്ലായിരുന്നു. പക്ഷെ ഇവർക്കൊക്കെ ഇപ്പോൾ സഫാരി വെഹിക്കിളിലായിട്ട് ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ടാവും. സ്പോട്ടഡ് ഡിയറിനെ കണ്ടു കഴിഞ്ഞ് തൊട്ട് പിന്നാലെ തന്നെ നമുക്ക് സെർപ്പൻറ്റീകളുടെ ഒരു സൈറ്റിങ് കിട്ടി. ഈ സെർപ്പൻറ്റീകളിൽ നിന്ന് ഇവർക്ക് പേര് വരാൻ കാരണം തന്നെ ഇവരുടെ മെയിൻ ഫുഡ് സ്നേക്സ് ആയതുകൊണ്ടാണ്. സെർപ്പൻ എന്ന് പറയുന്നത് സ്നേക്സിനെയാണ്. ഇപ്പോൾ സെർപ്പൻറ്റീകളിനെ കണ്ട് സഫാരി കണ്ടിന്യൂ ചെയ്യുന്ന വഴിക്ക് ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ആ ലേക്കിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് സഫാരി വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു. ഇവിടെയാണ് നമുക്ക് വൈൽഡ് ലൈഫ് സ്പോട്ടിംഗ് ഒക്കെ കൂടുതലും കിട്ടണമെന്നാണ് പുള്ളി ഡ്രൈവർ പറഞ്ഞത്. ഇവിടെ ടൈഗറിനെയും എലിഫൻസിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വെറുതെ ഒന്ന് ക്യാമറ സൂം ചെയ്ത് ട്രീസിലേക്ക് വെച്ചപ്പോഴും എന്നാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അവിടെ കുരങ്ങന്മാരിരിക്കണം. അതൊക്കെ ഗ്രേ ലങ്കൂറാണ്. അപ്പോൾ അവരിങ്ങനെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഒരു 3-4 പേരെയൊക്കെ ഞാൻ സ്പോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഗ്രേ ലങ്കൂർ അവിടെ ഇരിക്കണം. സാധാരണ ഒരാൾ വെറുതെ നോക്കിയാലൊന്നും കാണില്ല. ഞാൻ സൂം ചെയ്തുകൊണ്ട് മാത്രം കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടത് ബ്രൗൺ ഫിഷ് ഔളാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ഭക്ഷണം ഫിഷ് ആയതുകൊണ്ട് തന്നെയാണ് അവർ ബ്രൗൺ ഫിഷ് ഔൾ എന്ന് വിളിക്കുന്നത്. നല്ല ജയൻറ്റ് സൈസാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ സൈറ്റിംഗ് ആണ് നമ്മുടെ മലബാർ ജയൻറ്റ് സ്ക്വിരൽ. അവരിങ്ങനെ മരത്തിലേക്ക് കയറുകയായിരുന്നു താഴേന്ന്. ഇവരിപ്പോൾ വെസ്റ്റേൺ ഗാറ്റ്സിൽ മാത്രമേ കാണാനുള്ളൂ. ഇവരിപ്പോൾ എൻഡമിക് സ്പീഷീസാണ്. നമുക്ക് വെസ്റ്റേൺ ഗാറ്റ്സിൽ മാത്രം സ്പോട്ട് ചെയ്യാൻ പറ്റുന്നൊരു മാമലാണ് മലബാർ ജയൻറ്റ് സ്ക്വിരൽ. അങ്ങനെ ഇവരെയൊക്കെ കണ്ട് അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴും ഇവിടെ നമ്മുടെ വൈൽഡ് ബോറൊക്കെ ഇവിടെ കുരങ്ങന്മാരൊപ്പം കളിച്ചടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സഫാരി നമുക്ക് ശരിക്കും ഒരു സക്സസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെ പറയാം. ചെറിയ അത്യാവശ്യം നല്ല സൈറ്റിങ്സ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ ടൈഗേഴ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യണത് ലക്കിൻ്റെ ഒരു കളിയാണ്. എപ്പോഴും നമുക്ക് സഫാരിയിലൊന്നും മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ ടൈഗർ കൗണ്ട് എന്ന് പറയുന്ന ഒരു 400 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സഫാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ സ്റ്റേയിലേക്ക് എത്തി. ഇവിടെ സ്റ്റേ ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇവിടെ കർണാടക സ്റ്റേറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഹോട്ടൽ ചെയിനായ ഹോട്ടൽ മയൂര ബില്ലിഗിരിയിലാണ്. ഇവിടെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഫുഡ് മാത്രം ഓപ്ഷൻസ് ലിമിറ്റഡ് ആണ്. മീൽസും വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ബാക്കിയെല്ലാം നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ പുറത്ത് തന്നെ ഒരു സ്പാരോ അതിൻ്റെ തന്നെ റിഫ്ലക്ഷനിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേയുടെ അടുത്ത് തന്നെയാണ് ഈ ബില്ലിഗിരി രംഗനാഥസ്വാമി ടെമ്പിൾ ഉള്ളത്. അതായത് എൻട്രൻസ്. ഞാൻ രാവിലെ നടക്കാനിറങ്ങിയപ്പോൾ എനിക്ക് ഈ കാര്യം മനസ്സിലായത്. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ ടെമ്പിളാണെന്ന് മനസ്സിലായത്. ഇതിൽ നമുക്ക്
റോഡ് വഴിയും വരാം, പക്ഷേ നിങ്ങൾ ഈ ലെഫ്റ്റിൽ കൂടെ കാണുന്ന വഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലേക്കൂടെ നമുക്ക് ചാടി ഇറങ്ങിയൊക്കെ പോകാൻ പറ്റും. അത് രസമായിരുന്നു. രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങിയപ്പോൾ കണ്ടുപിടിച്ചാണത്. അങ്ങനെ BR ഹിൽസിലെ അഡ്വഞ്ചേഴ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു വീക്കെൻഡ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർക്ക് മടങ്ങിയായി. ബാംഗ്ലൂർക്ക് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കനകാപുരം റൂട്ടാണ്. ഈ റൂട്ട് ഫുള്ളും ഗ്രീനറി നിറഞ്ഞൊരു റൂട്ടാണ്. ഇതുപോലെ റിവേഴ്സും മലകളും നല്ലൊരു സീനിക്കായിട്ടുള്ള വ്യൂസുകൾ തരുന്ന ഒരു റൂട്ടാണിത്. ഇപ്പോൾ BR ഹിൽസ് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു അഡ്വഞ്ചറുമായി വരുന്നതുവരെ സ്റ്റേ സേഫ്, കീപ് എക്സ്പ്ലോറിങ് ആൻഡ് ബൈ.